അഴിമതിയെ വ്യവസ്ഥവൽക്കരിച്ച പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷമായ ഇസ്ലാമിക വർഗീയഭാവത്തുള്ള പ്രീണനം അതും പിണറായിയുടെ മാത്രം ആശയമായിരുന്നില്ല. പറയണ എൻ്റെ അറിവിൽ ഈ ജി സുധാകരനോട് കൈക്കൂലി വാങ്ങിക്കാത്ത പൊതുമരാമത്ത് മന്ത്രി. ബാക്കി എല്ലാ മന്ത്രിമാരുടെയും ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം കൈക്കൂലിപ്പാവികളായി. അഴിമതി പണത്തിൽ നിന്നും പാർട്ടി ലഭ്യ കൊടുത്തു കഴിഞ്ഞാൽ ആ അഴിമതി സംരക്ഷിക്കും എന്നൊരു സംവിധാനം. സാറ്, ഈ തെരഞ്ഞെടുപ്പിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് CPM-ന് സംഭവിച്ചത്, LDF-നും സംഭവിച്ചത്. ഇപ്പം എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളും CPI അടക്കമുള്ള ഘടകകക്ഷികളും ഇതിനെല്ലാം കുഴപ്പക്കാരൻ പിണറായി വിജയൻ ആണെന്നാണ് പറയുന്നത്. പിണറായി വിജയനെതിരായ ആൻറ്റി ഇൻകംബൻസി നമ്മുടെ സംസ്ഥാനത്തോട്ടെന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. അതല്ല പ്രശ്നം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ശക്തമായ ജനവികാരം നമ്മുടെ സംസ്ഥാനത്തുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ പരാജയത്തിന് കാരണം പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണോ? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കില്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടല്ല കഴിഞ്ഞ ഇലക്ഷന്, അതായത് 2021 ഇലക്ഷന്, 20 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും 21 നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പിണറായി വിജയൻ്റെ സംഭാവന കൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ ഇപ്പോഴത്തെ പരാജയപ്പെടുത്തേണ്ട കാരണവും പിണറായി മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിണറായി പിന്തുടർന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആലോചിച്ച് ഉറച്ചുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അവിടെയാണ് ന്യൂനപക്ഷ പ്രീണനം, അതുപോലെ അഴിമതിയുടെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ ഒരു സങ്കല്പമുണ്ട്. ഇന്ത്യയിൽ, അതിനാദ്യം പറയാം, ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഏറിയും കുറഞ്ഞ അളവിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിക്കപ്പെടുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ വേറെ വ്യത്യാസമുണ്ട്. അഴിമതിയെ വ്യവസ്ഥവൽക്കരിച്ച പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അഴിമതി എങ്ങനെ വേണമെന്നുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കൈക്കൂലി, അതുപോലെ മറ്റു തരത്തിലുള്ള കള്ളപ്പണം എല്ലാം കൂടെ ആർജിച്ച് ഇവിടുന്ന് വിദേശത്തേക്ക് കയറ്റി വിടുക, കുഴൽപ്പണം വഴി ഒറ്റ കടത്തി വിടുക, വിദേശത്ത് നിന്ന് കിഫ്ബി ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വഴി തിരിച്ചു കൊണ്ടുവരിക. ആ പ്രോജക്റ്റുകൾ, കിഫ്ബി എയ്ഡഡ് പ്രോജക്റ്റുകൾ ഊരാളുകളിൽ കൊടുക്കുക, ഊരാളുകളിൽ നിന്ന് അതിൻ്റെ കിക്ക് ബാക്സ് പാർട്ടി വിവിധ ഘടകങ്ങളിലേക്ക് എത്തുക, നേതാക്കന്മാർ ഉൾപ്പെടെ. അങ്ങനെ അഴിമതിയെ വളരെ ബോധപൂർവ്വം ആലോചിച്ച് പദ്ധതിയിട്ട് അഴിമതി നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, അവരുടെ യൂണിയൻ വഴിയിൽ മറ്റും അവരെ സഹായിക്കുന്ന, അഴിമതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിന് നിശ്ചയിച്ചിട്ടുള്ള പാർട്ടി ലവി കൊടുത്താൽ മതി. അഴിമതി പണത്തിൽ നിന്നും പാർട്ടി ലവി കൊടുത്തു കഴിഞ്ഞാൽ ആ അഴിമതി സംരക്ഷിക്കും എന്നൊരു സംവിധാനം. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് പോകില്ല. ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ല. ഇത് ഇമ്പിച്ചി ബാബയുടെ കാലത്ത് 1967 ഗവൺമെൻറ് ആ KSRTC കണ്ടക്ടർ നിയമനത്തിന് സിഗരറ്റ് കൂടിൻ്റെ മുകളിൽ പേരെഴുതി കൊടുത്ത് നിയോഗിച്ച ചരിത്രമുണ്ടല്ലോ, അങ്ങനെ അറിയാവുന്നത്. അതെ 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 അറിയാം. അന്ന് തുടങ്ങിയതായത്. അപ്പോൾ അഴിമതിയുടെ ആ പിന്തുടർച്ചയാണ് ഇദ്ദേഹം പിണറായി വരെ എത്തിയിരിക്കുന്നത്. അന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി പൈസ വാങ്ങിച്ചാലും പാർട്ടിക്കാണ് പോകുന്നത്. നമ്മുടെ ധാരണയായിരുന്നു അത്. പാർട്ടിക്ക് പോകുന്നതെന്ന് പറഞ്ഞാലും അത് ബക്കറ്റ് പിരിവാണെങ്കിൽ ലോക്കൽ നേതാവിന് വീഴും, ഹയർ ലെവലുള്ള പിരിവാണെങ്കിൽ അതിൻ്റെ ഒരു ഘടകം പാർട്ടിക്ക് പോകുമെങ്കിലും കൂടുതലും വ്യക്തികളുടെ കയ്യിലേക്ക് പോകും. അങ്ങനെയൊക്കെ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അഴിമതി എന്ന് പറയുന്നത് വ്യക്തികളുടെ അഴിമതിയാണ്. ഇത് പാർട്ടി വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്ത് വ്യവസ്ഥവത്കരിച്ച അഴിമതി സിസ്റ്റമായിരുന്നു. ഇതാണ് പിണറായി പിന്തുടർന്നത്. പിന്നെ അടുത്ത കാര്യം, വർഗസമരം ഒഴിവാക്കിയിട്ട് വർഗീയ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം, ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷമായ ഇസ്ലാമിക വർഗീയഭാവത്തുള്ള പ്രീണനം അതും പിണറായിയുടെ മാത്രം ആശയമായിരുന്നില്ല. അത് MS തൊട്ട് തുടങ്ങിയതാണ്.
അച്യുതാനന്ദനും നയനാറും എല്ലാവരും പിന്തുടർന്നതാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കൊടുവാളുമെടുത്തോട് തുള്ളി നടന്ന അച്യുതാനന്ദൻ അതേ ആവേശത്തോടു കൂടി എന്നെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്കോ കെ എം മാണിക്കോ എതിരെ ശബ്ദിച്ചിട്ടുണ്ടോ? ബാലകൃഷ്ണപിള്ളയെ മുന്നണി കൊണ്ടിരുന്നതിനെ എതിർത്തു. പക്ഷെ കുഞ്ഞാലിക്കുട്ടിയോ കെ എം മാണിയോ വരികയാണെങ്കിൽ കൂടെ പോരട്ടെന്നായിരുന്നില്ലേ അച്യുതാനന്ദൻ്റെയും ഭാവം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പിണറായിയുടെ സംഭാവനയല്ല. നേരെ മറിച്ച് ഇതെല്ലാം പിന്തുടർന്നു പോരുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ഏതാണ്ട് 10 വർഷങ്ങൾക്കുള്ളിൽ നടന്ന ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അഴിമതിക്കകത്ത് പിണറായിയുടെ മകളുടെ അഴിമതി, പിണറായിയുടെ പഴയ അഴിമതി, ലാവ്ലിൻ പിള്ള അഴിമതി, അതുപോലെ ധാർഷ്ട്യം, പത്രക്കാരുടെ എല്ലാം ധാർഷ്ട്യം, ഇതെല്ലാം ഘടകമാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് പിണറായിലേക്ക് മാത്രം ഒതുക്കുന്നതിനോ അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയത്തിൻ്റെ കാരണം ആര്യ രാജേന്ദ്രനിലേക്ക് മാത്രം ഒതുക്കുന്നതോ ശരിയായ കാര്യമല്ല. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപജയത്തിൻ്റെ പ്രതിഫലനമായിട്ടുണ്ടായ അവസ്ഥയാണെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. സാർ, എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായം. ഇപ്പം അത് പറഞ്ഞ പോലെ ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അച്യുതാനന്ദൻ കൊടുത്ത ഐസ്ക്രീം അഴിമതി അല്ലെങ്കിൽ ഐസ്ക്രീം സ്ത്രീപീഡനം, അഴിമതിയേക്കാൾ സ്ത്രീപീഡനമായിരുന്നു, അതുണ്ടായിരുന്നു. മണിസാറിൻ്റെ ബാർക്കോഴ വന്നപ്പോഴും അച്യുതാനന്ദൻ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച ആളാണ്. അഴിമതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വാചകം, പക്ഷെ അവൾ ഒരിക്കലും അവരെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് ബാലകൃഷ്ണയുടെ കാര്യത്തിൽ കാണിച്ച നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ല. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഒരു പക്ഷേ ശരിയായിരിക്കാം. അല്ലാത്ത അതിനകത്ത് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് ഒരു പക്ഷേ സ്വീകരിച്ച് കാണും. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടുപേരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനതിന് സാറിൻ്റെ ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അഴിമതി EMSൻ്റെ കാലത്ത് തന്നെ ആന്ധ്ര അരി കുംഭകോണം അഴിമതി ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ വ്യത്യസ്തമായൊരു ചോദ്യമാണ്. അതായത് ഈ ഗവൺമെൻറ്, അതായത് പിണറായിയുടെ സെക്കൻഡ് ടേമിൽ വരുമ്പോൾ ഉണ്ടായൊരു വലിയ വ്യത്യാസം, ഫസ്റ്റ് ടേമിൽ നിന്ന് ബേസിക്കായ ഒരു ഡിഫറൻസ് ഞാൻ കാണുന്നത്, ആദ്യത്തെ ടേമിൽ പിണറായി വരുമ്പോൾ നല്ലൊരു ആരോഗ്യമന്ത്രിയായിരുന്നു KK ശൈലജ. നമ്മൾ എത്രയൊക്കെ രാഷ്ട്രീയമുണ്ട്, പക്ഷേ എങ്കിലും ഒരാൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാതിരിക്കുന്നത് ശരിയല്ല. ജനങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നല്ല ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. കാരണം എനിക്ക് അവരോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയത് കോഴിക്കോട് നിപ്പ വന്നപ്പോൾ ആരും അങ്ങോട്ട് പോകാൻ മടിച്ചപ്പോഴും KK ശൈലജ അവിടെ ചെല്ലുകയും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും ചെയ്തു. അതൊരു നല്ല സൈനാണ്. ഇപ്പം അത് യുദ്ധം നടക്കുമ്പോൾ അതിർത്തിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോകുമ്പോൾ പട്ടാളക്കാർ കിട്ടുന്ന വലിയൊരു ഊർജ്ജമല്ലേ. അത് അവരാ നിപ്പയ്ക്കെതിരെയുള്ള യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും സാന്നിധ്യം കൊണ്ട് അവർക്കൊരു ഊർജ്ജം കൊടുക്കാനും KK ശൈലജയ്ക്ക് കഴിഞ്ഞു. അന്നും അഴിമതി ആരോപണങ്ങളുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, അതല്ല ഞാൻ പറഞ്ഞത്. 2, കേരളം കണ്ട, എൻ്റെ ഓർമ്മയിൽ കേരളം കണ്ട കൈക്കൂലി വാങ്ങിക്കാത്ത ഏറ്റവും സമർത്ഥനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരനായിരുന്നു. അന്ന് ആലപ്പുഴയാണ് താമസിക്കുന്നത്. ആലപ്പുഴക്കാർ പറഞ്ഞെനിക്കറിയാവുന്ന കാര്യം, ആലപ്പുഴയിലെ വളരെ കുപ്രസിദ്ധനായ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ G. സുധാകരൻ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ മുഖം കാണിക്കാൻ ചെന്നു. കാരണം അവരുടെ ഒരു വലിയ പിന്നെ സ്വർണ്ണക്കനിയല്ലേ PWD. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ വന്നത് എന്ന് ചോദിച്ചു. അല്ല, മിനിസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. എന്നെ കാണാൻ എൻ്റെ ഓഫീസിൽ വന്നാൽ പോരെ, നിങ്ങൾ എന്നെ കാണാൻ ഇവിടെ വരേണ്ട കാര്യമില്ല, വരികയും ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ഔദ്യോഗികമായി എന്തെങ്കിലും എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്നാൽ മതി, എന്നെ വീട്ടിൽ വന്ന് കാണണ്ട. അതങ്ങനെ വീട്ടിൽ ഞാൻ ആരെയും എൻ്റർടൈൻ ചെയ്തില്ല. അങ്ങനെ പറഞ്ഞ ഒരു 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 പൊതുമരാമത്ത് മന്ത്രി എൻ്റെ അറിവിൽ, സാറുണ്ടെങ്കിൽ സാർ പറയണം, എൻ്റെ അറിവിൽ ഈ G. സുധാകരനെ ഉള്ളൂ കൈക്കൂലി വാങ്ങിക്കാത്ത പൊതുമരാമത്ത് മന്ത്രി. ബാക്കി എല്ലാ മന്ത്രിമാരുടെയും ചിത്രം എൻ്റെ മനസ്സിലുണ്ട്, എല്ലാം കൈക്കൂലിപ്പാവികളായിരുന്നു. സുധാകരനെ ഒഴിച്ചു നിർത്തിയാൽ മുഴുവൻ കൈക്കൂലിക്കാരാണ്. അടുത്ത് വന്നത് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ്. എത്ര മാന്യമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുപോയത്. ആ വിദ്യാഭ്യാസ വകുപ്പിനെ മലിനമാക്കിയത് KT ജലീൽ എന്ന് പറയുന്ന മത തീവ്രവാദിയുടെ സാന്നിധ്യമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ്. സിമിയുടെ നേതാവാണ് അയാൾ. കടുത്ത തീവ്രവാദിയാണ്, മതമൗലികവാദിയാണ്. സമയം കിട്ടിയ ഭീകരനായിട്ട് ഈ മതമൗലികവാദിക്ക് ഭീകരനാകാൻ വളരെ എളുപ്പമാകും, എത്ര താമസമൊന്നും വേണ്ടി വരികയില്ല. അത്തരം ഒരാളെ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ജലീലിന് കൊടുത്തു. അവിടെ തുടങ്ങി, അവിടെ ഈ സംഭവത്തിൻ്റെ തകർച്ച തുടങ്ങി. അവിടെ ഇതായിരുന്നു അന്നത്തെ ഒരു സ്ഥിതി. എൻ്റെ ഓർമ്മയിലുള്ള മന്ത്രിമാരെ പറയാം, മറ്റു മന്ത്രിമാരെ ഞാൻ ഓർക്കുന്നില്ല, അവരുടെ സാന്നിധ്യം പോലും ഞാൻ ഓർക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് പോലും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. പിണറായി വിജയൻ വന്നപ്പോൾ പ്രൊഫസർ രവീന്ദ്രനാഥിൻ്റെ കസേരയിലിരിക്കുന്നത് ശിവൻകുട്ടിയാണ്. സാർ ആലോചിക്കണം, ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയാണ് ഈ ശിവതാണ്ഡവം നമ്മുടെ നിയമസഭയിൽ നടത്തിയത്. അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ എന്നെ വ്യക്തിപരമായി വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്.
ഞാനന്ന് കെ എം മാണി സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഞാൻ അന്ന് ആ നിയമസഭയിൽ ഗാലറിയിലുണ്ട്, ഒഫീഷ്യൽ ഗാലറിയിൽ ഞാനുണ്ട്, ഔദ്യോഗിക ഗാലറിയിലുണ്ട്. ഞാൻ നേരിട്ട് കാണുകയാണ്. സാറേ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് വല്ലാതെ തുടിച്ചു പോയി. കാരണം അറിയാം, ഒരു പൊതുമുതൽ നമ്മുടെ MLA-മാർ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി വലിച്ചെറിയുകയാണ്. ഈ മനുഷ്യൻ അവിടെ കാണിച്ച പേക്കൂത്തുകൾ കണ്ട് ഞാൻ അടുത്തിരുന്നാലുണ്ട്, ദൈവമേ ഇതാണോ നമ്മുടെ ജനാധിപത്യം? ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് രാജാവ് ഭരിച്ചിരുന്നത്. ഏത് അധമനും എന്തും കാണിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നിയമസഭ മാറിയല്ലോ എന്ന് ഞാൻ തേങ്ങി കരഞ്ഞു പോയ ഒരു സന്ദർഭമായിരുന്നു ശിവൻകുട്ടിയുടെ പ്രകടനം. ആ ശിവൻകുട്ടിയെ തൊഴിൽ വകുപ്പ് മന്ത്രിയായി മനസ്സിലാക്കാമായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയാക്കി. അതോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, ശിവൻകുട്ടി വന്നാലും വന്നില്ലെങ്കിലും പിള്ളേർ പഠിക്കും, മാർഗം വാങ്ങിക്കും. അതിന് ശിവൻകുട്ടിയായിട്ട് എന്തോ ബന്ധം? ശിവൻകുട്ടി പരാജയപ്പെട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉന്നത വിദ്യാഭ്യാസം അതേൽപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ബിന്ദുവിനെ. ബിന്ദുവിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ എനിക്കൊന്നും ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഇത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുവാൻ. നമ്മുടെ തൊഴിലുറപ്പിൻ്റെ വന്ന സാധാരണ സെൻസ്, കോമൺ സെൻസ് മതി. ആ മന്ത്രിയുടെ നിലവാരം സാർ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എത്ര ദയനീയമാണ്. ഇനിയും മൂന്നാമത് വന്ന് പൊതുമരാമത്ത് വകുപ്പ്. റിയാസിന് എന്ത് കോൺട്രിബ്യൂഷനാണ് പൊതുമരാമത്ത് വകുപ്പിൽ ചെയ്യാൻ കഴിഞ്ഞത്? ഒരു കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഈ മന്ത്രിമാരിൽ ഞാൻ താരതമ്യേന സാറിനോട് പറഞ്ഞത്, എൻ്റെ നിരീക്ഷണത്തിൽ അല്പം ഭേദപ്പെട്ട ഒരു മന്ത്രി എന്ന് പറയുന്നത് പി രാജീവ്. അതിൻ്റെ കാരണം വ്യവസായ വകുപ്പ് ഒരുമാതിരി ഭംഗിയായിട്ട് രാജീവിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അടിസ്ഥാനപരമായ ചില മാറ്റം വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാക്കി. പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച സമീപനം 1 ലക്ഷം വ്യവസായം, 2 ലക്ഷം വ്യവസായം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ ആളുകളെ സഹായിക്കത്തക്ക വിധത്തിൽ അത് മാറിയിട്ടുണ്ട്. പെട്ടെന്നൊരു വ്യവസായം തുടങ്ങാൻ ഇമ്മീഡിയറ്റ് ലൈസൻസ് കിട്ടും. അത് ഇപ്പോൾ നാളെ സാറി എന്നാലും ഒരു വ്യവസായം തുടങ്ങാൻ ഒരു തടസ്സവും ഇല്ല. അതിന് ലൈസൻസിൻ്റെ പുറകെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒന്നും പോകേണ്ട കാര്യം. അത്ര ലളിതമാക്കി വളരെ സങ്കീർണമായ നിയമ നടപടികൾ. അതുകൊണ്ട് രാജീവ് ഞാൻ കണ്ട, ഇതുവരെ കേരളം കണ്ട വ്യവസായ മന്ത്രിമാരിൽ, അത് ഇടതുപക്ഷത്തിൻ്റെ വ്യവസായ മന്ത്രിയായിരുന്നല്ലോ നമ്മുടെ ഇളമരം കരീം, വളരെ ഹോപ്പ്ലെസ് മന്ത്രിയായിരുന്നു. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നല്ലോ. കുഞ്ഞാലിക്കുട്ടി ഇളമരം കരീമും തമ്മിലുള്ള വ്യത്യാസം രണ്ടുപേരുടെയും പേരിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ അതായത് TV തോമസിന് ശേഷം കേരളം കണ്ട നല്ലൊരു വ്യവസായ മന്ത്രി രാജീവാണെന്ന് പറയാൻ എൻ്റെ രാഷ്ട്രീയ വിശ്വാസം തടസ്സമാകുന്നില്ല. അതാണ് ഞാൻ സാറിൻ്റെ ശ്രദ്ധപ്പെടുത്തുകയാണ്. പിന്നെ എന്നും ഇടതുപക്ഷത്തിലൊരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിന്നത് CPI മന്ത്രിമാരാണ്. സാറിന് ഓർമ്മയുണ്ടാവും, VV രാഘവൻ എന്ത് നല്ല മന്ത്രിയായിരുന്നു, കൃഷിമന്ത്രി. അതുപോലെ തന്നെ E ചന്ദ്രശേഖരൻ നായർ, നയനാരുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളാണ് E ചന്ദ്രശേഖരൻ നായർ. എത്ര നല്ല പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ CPIയുടെ 4 മന്ത്രിമാരുണ്ട്. വ്യക്തിപരമായിട്ട് അവരൊക്കെ നല്ല മനുഷ്യരൊക്കെ തന്നെയാണ്. വളരെ ലളിതമാണ്, വളരെ സൗമ്യമായി പെരുമാറുന്ന ആളുകളാണ്. ധിക്കാരമോ ധാർഷ്ട്യമോ ഉള്ള ആളുകളല്ല. അതിൽ 1-2 മന്ത്രിമാരുമായിട്ട് വ്യക്തിപരമായി പലയിടത്തും വെച്ച് കാണാൻ കഴിയും. വളരെ സിമ്പിളാണ് അവരൊക്കെ. പക്ഷേ അവരുടെ വകുപ്പിൽ അടിസ്ഥാനപരമായ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ E ചന്ദ്രശേഖരൻ നായർ ഇരിക്കുമ്പോഴും നയനാർ ഭരിക്കുമ്പോഴില്ല അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അതെന്തുകൊണ്ട് പിണറായി മന്ത്രിസഭയിൽ ഈ മിനിമം P രാജീവ് ചെയ്തതുപോലെയെങ്കിലും ചെയ്യാൻ CPIയുടെ മന്ത്രിമാർ കഴിയുന്നില്ല. CPI മന്ത്രിമാർ വെറും തോക്കൂത്തികളായിരിക്കുന്നുണ്ട്. അപ്പം ഇത് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ പിണറായി വിജയനെക്കുറിച്ച് മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞ ഇവരുടെയൊക്കെ പേരുകളാണ്. പക്ഷേ ഈ മന്ത്രിസഭയിൽ 2026 പോകുമ്പോൾ ആളുകൾക്ക് സന്തോഷത്തോട് ഓർക്കാൻ കഴിയുന്ന പേരുകൾ ഇല്ലാതായി. ദുഃഖത്തോട് ഓർക്കാൻ ഒരു പേര് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ എന്ന് പറഞ്ഞ സാക്ഷാൽ വീണ ജോർജ് ഈ ആരോഗ്യ വകുപ്പിന് ഒരു ബാധ്യതയായി മാറി എന്നുള്ളതാണ്. ബാധ്യത മാറി. സത്യത്തിന് അവർ രാജിവെച്ച് പോകേണ്ടതായിരുന്നു. വേറെ ആരെങ്കിലും കൊള്ളാവുന്നവരെ അത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് എത്ര ഭംഗമായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കാലം കഴിഞ്ഞാലും മറക്കാത്ത വിധത്തിൽ കെടുകാര്യസ്ഥത കൊണ്ട്, കഴിവുകേട് കൊണ്ട്, പ്രാപ്തിക്കുറവ് കൊണ്ട്, ചിലർ അഴിമതി കൊണ്ടും ശ്രദ്ധേയരായ കുറേ മന്ത്രിമാരും ഇവിടെ ഉണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഇത്തരം മന്ത്രിമാർക്കും അതിൽ ഉത്തരവാദിത്തമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അങ്ങ് പറയുന്നത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. അങ്ങനെ പറയുമ്പോഴത്തെ കാര്യങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വരിക ചെയ്യുന്നത്. കാരണം ഈ നേരത്തെ അങ്ങ് പറഞ്ഞ മന്ത്രിമാർ, അവരെക്കുറിച്ചൊക്കെ എനിക്കും അനുകൂലമായും പ്രതികൂലമായ അഭിപ്രായങ്ങളുണ്ട്. സുധാകരനെക്കുറിച്ച് ഉൾപ്പെടെ, അഴിമതിയുടെ കാര്യത്തിലല്ല, മറ്റു പല കാര്യങ്ങളിലും. പക്ഷെ അവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ചർച്ച ആരംഭിച്ചത് പിണറായി മാത്രമാണ് ഉത്തരവാദി എന്നാണ്. അങ്ങനെ വരാൻ പോകുന്ന ഉത്തരം പിണറായി മാത്രമാണെന്ന് വന്നു വരും. കാരണം മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരെ തെരഞ്ഞെടുത്ത് പിണറായിയുടെ കാലത്ത് വേറെ ആരുമല്ല, പാർട്ടി പോലും ആണെന്ന് പറയാൻ പറ്റില്ല. പിണറായിയുടെ തന്നെ ഒറ്റയ്ക്കുള്ള തീരുമാനം തന്നെയാണ് മറ്റുള്ളവരെ വരുന്നതിന്, ഘടകകക്ഷികളുടെ ഉൾപ്പെടെ എന്ന് തന്നെ പറയാം. ഞാൻ ചോദിക്കട്ടെ, സുധാകരനെ മാറ്റിയിട്ട് അങ്ങ് പറഞ്ഞല്ലോ ആരെ ആക്കിയത്?
സുധാകരനെ മാറ്റിയിട്ട് പൊതുമരാമത്തിലേക്ക് കൊണ്ടുവന്നത് മുഹമ്മദ് റിയാസ്. ആ മാറ്റമാണ് പിണറായിയിൽ സ്ഥാപിത താല്പര്യം വളർന്നതിൻ്റെ ലക്ഷണം കാണിച്ചത്. ആ മാറ്റമാണ് കാണിച്ചത്. പിണറായിക്ക് തൻ്റെ കാലം കഴിഞ്ഞ് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കൃത്യമായ ലക്ഷ്യമുണ്ടായി. ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള വെട്ടിനിരത്തലുകൾ തന്നോടൊപ്പോ തനിക്കൊപ്പോ തൻ്റെ കൂടെയോ നിന്ന് കേരള രാഷ്ട്രീയത്തിൽ പ്രാമുഖ്യം നേടാൻ സാധ്യതയുള്ള ആരും ഇനി ഉണ്ടാവരുത്. അവരെയൊക്കെ വെട്ടിനിർത്തണം. അവർക്കൊക്കെ പകരമായിട്ട് എൻ്റെ മരുമകൻ മുഖ്യമന്ത്രി വരണമെന്ന മോഹം കൊണ്ട് ഒപ്പം തന്നെ ഈ കാലത്ത് പിണറായി അനധികൃതമായി ആർജിച്ച സമ്പത്ത് അത് നഷ്ടപ്പെടുന്നതിന് ഇടയാവരുമെന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ട് പിണറായി ഡിസൈൻ ചെയ്താണ് ഈ ഗുണപരമായ മാറ്റം ഒന്നാമത്തെ മന്ത്രിസഭയിൽ നിന്ന് രണ്ടാമത്തെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകില്ലെന്ന് മാത്രമല്ല അധപ്പതനം ഉണ്ടാക്കുന്നതിന് കാരണമാക്കിയെന്നും പറയുമ്പം യഥാർത്ഥത്തിൽ പിണറായി തന്നെയാണ് ഈ പരാജയത്തിന് കാരണം എന്ന് തന്നെ പരോക്ഷമായി പറയേണ്ടി വരും. അല്ല സാർ, ആ വാദത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. 100% യോജിച്ചുകൊണ്ട് ഇതേ പിണറായി തന്നെയാണ് 2016 മന്ത്രിസഭ ഉണ്ടാക്കിയത്. അന്നും മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവ് ആയിരുന്നല്ലോ നമ്മുടെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അത് പക്ഷേ രണ്ടാമത്തെ ടൈമിലേക്ക് വന്നപ്പോൾ പിണറായിക്ക് ചില അപജയങ്ങളുണ്ടായി. ആ അപജയങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും നമുക്ക് ഇത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരുപക്ഷെ അതിനും അങ്ങേക്ക് വിയോജിപ്പ് കാണും എന്നെനിക്ക് തോന്നുന്നില്ല. ചില മന്ത്രിമാർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ചില മന്ത്രിമാർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടിലേക്കുള്ളവരുടെ യാത്രയെ ആരംഭിച്ചു. ഈ ബാധ്യതകൾ പലതും ബാധ്യത എന്ന വാക്കാണ്. ഈ ബാധ്യത 2026 അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.